പടം പിന്നെ അവസാനത്തിലെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് പോവാണ്. ആദ്യം എത്രമാത്രം ആ തുടക്കത്തിലൊക്കെ കാണികൾ ഇഷ്ടപ്പെടുന്ന എനിക്കറിയില്ല, പക്ഷെ അവസാനം എത്തുമ്പോൾ ഒരാളും പ്രതീക്ഷിക്കാത്തടത്തേക്ക് ടെസ്റ്റ് കൊണ്ടുപോവാണ്. ഒരു അപ്രതീക്ഷിതമായ ഒരു എന്താണ് സിനിമക്ക് കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടി ഇതുവരെ മമ്മൂട്ടി കമ്പനിയിൽ നമ്മൾ പണ്ട് കണ്ട പടമൊന്നുമല്ല ഈ സിനിമ. ഇത് വേറൊരു ജോണറിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. അങ്ങനൊക്കെ അവസാനത്തിലെത്തുമ്പോഴാണ് നമ്മൾ ഒരു തിരക്കഥ അങ്ങനെ കൊണ്ടുപോയി വളരെ സ്ലോലി കൊണ്ടുപോയിട്ട് ഒടുവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് വെച്ചിട്ട് സിനിമ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ത്രില്ലർ, ഭയങ്കര ഇതൊന്നും പറയാനൊന്നും കഴിയില്ല, പക്ഷെ വേറൊരു ജോണറിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തിരക്കഥ മറ്റൊരു സ്റ്റൈലിൽ കൊണ്ടുപോവാണ്. വർക്കാവുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കണം അത് കാണുന്നത്. അല്ലാതെ മാർക്കോ കണ്ടിട്ട് ഇതിനെ കാണാൻ വന്നല്ലേ, മമ്മൂട്ടി കമ്പനിയുടെ മറ്റു സിനിമകൾ കണ്ടിട്ട് ഇതിനെ കാണാൻ വരുന്നവർക്ക് ഒരു പക്ഷെ പിന്നെ ഇത് ആ സ്റ്റൈലിലേ അല്ല പടം പോകുന്നത്. ഇത് അടുത്ത സിനിമ വേറൊരു സ്റ്റൈലിലാണ് അത് മൊത്തത്തില് രസമുണ്ട്. അങ്ങനെ സ്ലോ ആണെന്ന് തോന്നുന്നില്ല, രസമുണ്ട് പരിപാടി. അതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. എല്ലാരും ഭയങ്കര നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ. കണ്ടു. താങ്ക് യു. നല്ല പടമായിരുന്നു, അടിപൊളി പടമായിരുന്നു. ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് ക്ലീശയാണ്, അത് തമിഴ് പടത്തിന്റെ ഒക്കെ ഒരു ഇതുണ്ട്, രാക്ഷസന്റെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ കണ്ടിരിക്കാം നോർമലി. ഇതിങ്ങനെ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്, കണ്ടിരിക്കാം. ഫുള്ളും ഉണ്ട്. ക്ലൈമാക്സ് ചെറിയൊരു ട്വിസ്റ്റും ഉണ്ട്. ആവറേജ് അല്ല, എബോ ആവറേജാ. കണ്ടിരിക്കാം, കൊടുക്കുന്ന പൈസക്കുള്ളതുണ്ട്. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ തെലുങ്കിൽ ഒരു ഏജന്റ് ശ്രീനിവാസ മൂവി ഉണ്ടല്ലോ, അതിന്റെ ആവശ്യം ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളായിരുന്നു. പിന്നെ ചിലർക്ക് ടെസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പറ്റുമെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിന് പിന്നെ തന്നെ ഓക്കെ ആയിരുന്നു, ഓക്കെ ആയിരുന്നു, വർക്കായി. വേറൊരു ട്രീറ്റ്മെന്റ് ഇതായിരുന്നു. റിയലി ഹാപ്പി ടു ബി ഇൻ ദി സ്ക്രീൻ. അപ്പം സ്ക്രീനിൽ മമ്മൂക്കയുടെ കൂടെ ഒന്നുകൂടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എൻ്റെ രണ്ടാമത്തെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. ആദ്യത്തെ കരോളായിരുന്നു. ഇതിലൊരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങില് ഗോകുലിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ഡെഫിനറ്റ്ലി പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഗോകുലിന്റെ കൂടെ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. പുള്ളിക്കാരൻ എന്താ പറയാ, സപ്പോർട്ടിംഗ് ആയിരുന്നു, നല്ല ജോളി മൂഡായിരുന്നു, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വെരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഫ്കോഴ്സ് എക്സൈറ്റഡ് ആയിരുന്നു. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, രണ്ടാമതും അഭിനയിച്ചു. റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഗുഡ് മൂവീസ്. അതെ, മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു. 2018 മമ്മൂക്കയുടെ കൂടെയായിരുന്നു. അതെ, വിളിച്ചു. ഇനിയിപ്പോ ഉടനെ അടുത്ത ഫിലിംസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നന്നായിരുന്നു, നല്ല മൂവിയാണ്. എക്സ്പെക്ട് ഉറപ്പായിട്ടും ത്രില്ലർ ട്വിസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രീതിയിലാണ് മൂവി പോകുന്നത്. ഭയങ്കര സ്ലോ പേസിൽ തുടങ്ങി ഇന്റർവെല്ലിന് ശേഷം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പടം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. നമ്മൾ ഉറപ്പായിട്ടും മമ്മൂട്ടിയുടെ വേറിട്ട ഒരു രീതിയാണ് കാണുന്നത്. കാര്യം നമ്മൾ ബിഗ് ബിയിലോ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതൊരു മൂവിയിലും കണ്ടതുപോലെയല്ല, പുള്ളി വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഡൊമിനിക് എന്ന കഥാപാത്രത്തെ. വളരെ വ്യത്യസ്തനായ ഒരു മമ്മൂട്ടിയാണ് നമ്മൾ കണ്ടത്. നല്ല സിനിമയാണ്, വളരെ നല്ല അവസാനം നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പടം. മമ്മൂട്ടിയൊക്കെ വേറെ ലെവല്. പിന്നെ സാറിന്റെ ഫ്രെയിംസിൽ മമ്മൂട്ടി കുറച്ചും കൂടെ വളരെ ഭംഗി. പിന്നെ കുറച്ച് കോമഡി ഒക്കെ ചെയ്തു. കുറെ നാളിന് ശേഷം സാർ കുറച്ച് കോമഡി ഒക്കെ ചെയ്തു, നന്നായിട്ടുണ്ട്. സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് തൊട്ടേ ഒരു മമ്മൂക്ക ഫാനാണ്. അതിനെക്കാട്ടി കൂടുതൽ ഗൗതംജിയുടെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ പണ്ട് തൊട്ടേ കുറെ പുള്ളിയുടെ പടങ്ങളെ പോലെ തന്നെ പുള്ളിയുടെ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ ഫാനായിരുന്നു ബേസിക്കലി. അപ്പം ആദ്യമായിട്ട് മലയാളി ആയിരുന്നിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഗൗതംജിയുടെ പ്രോജക്റ്റ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഉടക്കിയിരുന്നു. അപ്പോൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കണ്ടപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം വലിയ പ്രൊമോഷനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെയാണ് കണ്ടത്. എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലൊക്കെ ശരിക്കും ഒത്തിരി നല്ലതായിട്ട് ചിരിക്കാനുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ടേണായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ സസ്പെൻസ് ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ കോമഡിയൊക്കെ, കാരണം നമുക്ക് ഒരിടത്തൊരു ലാഗ് ഫീൽ ചെയ്തില്ല. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എല്ലാ കോമഡീസിനും ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ഒരു ഫീൽ ഗുഡ് പടമായിട്ട്
ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് പടം ഒരു ടേൺ എടുത്ത് പെട്ടെന്ന് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് കയറുന്നത്. ആ ഒരു ട്രാൻസിഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡെഫിനറ്റ്ലി അത് നല്ലോണം അവർ ജെല്ലായി പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ കുറച്ച് അധികം നാളായിട്ട് നമ്മൾ റീസെന്റ് പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ഇത്രയും കൂടുതലും സീരിയസ് റോൾസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ നമുക്ക് പഴയ ഒരു മമ്മൂക്കെ കാണാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എക്സലന്റ് മൂവി. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്, വിഷ്വൽസ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്, സിനിമറ്റോഗ്രഫി അടിപൊളിയായിട്ടുണ്ട്. ഈ മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് സുരേഷ് ഗോപിന്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. തിരിച്ചു കുറേ നാളുകൾക്ക് ശേഷം ഇവര് രണ്ടുപേരും വീണ്ടും ഒരുമിക്കുകയാണ്. അതായത് സുരേഷ് ഗോപിന്റെ മകനും മമ്മൂട്ടി. യെസ്, ഞാൻ ആക്ച്വലി പ്രീവിയസ് മൂവി വാച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇതില് മമ്മൂട്ടി ഗോകുൽ സുരേഷ് കാസ്റ്റിംഗ് അടിപൊളിയായിട്ട് തോന്നി. ആ എക്സാക്ട് ഷെർലോക്ക് ഹോംസ് വാട്സൺ ആ ഒരു കോമ്പിനേഷൻ അടിപൊളി അതേപോലെ തന്നെ ഫീൽ ചെയ്തു. ഡെഫിനറ്റ്ലി. യെസ്, ഡെഫിനറ്റ്ലി. കാണാം, കണ്ടറിയാം. ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവരുടെ ഒരു കംബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ABCD സ്ക്രിപ്റ്റിന് ശേഷം അവര് ആക്റ്റീവായിട്ട് ഇപ്പം ഫിലിം ഫീൽഡിൽ ഒരു സ്ക്രിപ്റ്റിംഗിലേക്ക് വീണ്ടും ചുവടുറപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോ ആ മൂവി ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വാച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ വന്നത്. അതെ. ശരിക്കും നമ്മൾ ആരോടും പറഞ്ഞില്ല, കാരണം ഫിലിമാണ്, എപ്പോ വേണമെങ്കിലും കട്ട് ചെയ്ത് പോവാം. അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അതെ, മമ്മൂട്ടിയുടെ ഒപ്പമാണ്. അന്ന് നമ്മൾ ആക്ട് ചെയ്യുമ്പോഴേ അറിയാമല്ലോ മമ്മൂട്ടിയുടെ ഒപ്പമാണ്. പക്ഷെ കട്ട് ചെയ്ത് പോകും നമുക്ക് അറിയത്തില്ല മൂവി ആയതുകൊണ്ട്. ആക്ച്വലി ഇതൊരു ത്രില്ലർ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ലൊരു സസ്പെൻസ് ആണ്. ആർക്കും അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത സസ്പെൻസിലൂടെയാ മൂവി പോകുന്നത്. യെസ്, നമുക്ക് നോക്കാം. എന്താ പറയാ, എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യുക.